ഇറാൻ കീഴടങ്ങാൻ തയ്യാറായില്ലെങ്കിൽ ആ രാജ്യത്തെ മുഴുവൻ വൈദ്യുതി നിലയങ്ങളും ഒരേ സമയം തകർക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണം ഇറാന്റെ നഗരമായ ഖറാജിലെ പാലത്തിൽ 2 തവണ പതിച്ചു. ആക്രമണത്തിൽ കുറഞ്ഞത് 8 സാധാരണക്കാർ കൊല്ലപ്പെട്ടു. ഏകദേശം 95 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. കൊല്ലപ്പെട്ടവരിലും പരിക്കേറ്റവരിലും ഭൂരിഭാഗവും കുടുംബങ്ങളായിരുന്നു. ഇറാന്റെ പാരമ്പര്യമായ പ്രകൃതി ദിനം അഥവാ നേച്ചേഴ്സ് ഡേ, പേർഷ്യൻ ഭാഷയിൽ പറയുന്നത് സിസ്ത ബെദാർ, ആഘോഷിക്കാനായി പുറത്തിറങ്ങിയവരായിരുന്നു ഇവർ. എന്താണ് സിസ്ത ബെദാർ എന്ന് നോക്കാം. പേർഷ്യൻ ഭാഷയിൽ ഇതിന്റെ അർത്ഥം 13-ാം പകലിൽ വീടിന് പുറത്തിറങ്ങുക എന്നാണ്. പേർഷ്യൻ പുതുവർഷമായ നോറൂസ് ആഘോഷങ്ങളുടെ സമാപനമാണ് ഈ ദിവസം. പുതുവർഷം തുടങ്ങി 13-ാം ദിവസമാണ് ഇത് ആഘോഷിക്കുന്നത്. ഈ ദിവസം ഇറാനിലെ കുടുംബങ്ങൾ കൂട്ടത്തോടെ വീടിന് പുറത്തിറങ്ങി പാർക്കുകളിലും വനമേഖലകളിലും പുഴയോരങ്ങളിലും പോയി പിക്നിക് നടത്തുന്നു. വീടിനുള്ളിൽ ഇരിക്കുന്നത് ഈ ദിവസം ദോഷമാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. നോറൂസ് ആഘോഷത്തിന്റെ ഭാഗമായി വീട്ടിൽ മുളപ്പിച്ചു വെച്ച പുല്ല് ഈ ദിവസം പുറത്തെ ജലാശയങ്ങളിൽ ഒഴുക്കിവിടുന്നു. ഇത് ചെയ്യുന്നതിന് മുമ്പ് അവിവാഹിതരായ യുവതികൾ പുല്ല് കെട്ടി പ്രാർത്ഥിക്കാറുണ്ട്. നല്ലൊരു പങ്കാളിയെ ലഭിക്കാനാണ് ഈ ഒരു ആചാരം. ആഷ് രഷ്തെ എന്ന പ്രത്യേക തരം സൂപ്പും കബാബുകളും ഈ ദിവസം കുടുംബങ്ങൾ ഒരുമിച്ച് കഴിക്കുന്നു. അപ്പോൾ ഈ ദിവസമാണ് ഇങ്ങനെയൊരു ആക്രമണം നടന്നിരിക്കുന്നത്. ഈ അമേരിക്കയും ഇസ്രയേലും നടത്തിയ ഈ ഒരു വ്യോമാക്രമണത്തെ ഇറാൻ ശക്തമായി അപലപിച്ചിരിക്കുകയാണ്. ഇത് സിവിലിയന്മാർക്ക് നേരിട്ടുള്ള ആക്രമണമെന്നാണ് അവർ ആരോപിക്കുന്നത്. ഏപ്രിൽ 2, 3 തീയതികളിൽ ഇറാൻ ഇസ്രയേലിലെ ടെൽ അവീവ്, ജെറുസലേം നഗരങ്ങൾക്ക് നേരെ വൻതോതിൽ മിസൈൽ വർഷം നടത്തി. ഇറാൻ തൊടുത്തുവിട്ട ഒരു ബാലിസ്റ്റിക് മിസൈൽ പെറ്റാ തിക്വയിലെ ഒരു സ്കൂളിന് സമീപം പതിച്ചു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ അവിടെ വലിയൊരു കുഴി രൂപപ്പെടുകയും അടുത്തുള്ള ഒരു കെട്ടിടത്തിന് ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. മിസൈലുകൾ തകർക്കപ്പെട്ടപ്പോൾ ഉണ്ടായ അവശിഷ്ടങ്ങൾ പതിച്ച് മസ്കരത്ത് ബാത്തിയയിൽ ചിലർക്ക് പരിക്കേറ്റു. ഏപ്രിൽ 3-ന്, അതായത് ഇന്ന് വെള്ളിയാഴ്ച, ഇറാൻ 10 പുതിയ മിസൈലുകൾ കൂടി ഇസ്രയേലിലെ വിവിധ ഭാഗങ്ങൾ ലക്ഷ്യമാക്കി അയച്ചിരിക്കുകയാണ്. പ്രധാന നഗരമായ ടെൽ അവീവിനെ ലക്ഷ്യം വെച്ചായിരുന്നു ഇതിൽ പല മിസൈലുകൾ തകർക്കപ്പെട്ടപ്പോൾ ഉണ്ടായ അവശിഷ്ടങ്ങൾ പതിച്ച് അവിടെ 4 പേർക്ക് നിസാര പരിക്കേറ്റു. വെള്ളിയാഴ്ച രാവിലെ ജെറുസലേമിലും വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു. സൈനിക മുന്നറിയിപ്പുകൾക്ക് പിന്നാലെയാണ് നഗരത്തിൽ മിസൈൽ വിരുദ്ധ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിച്ചത്. കൂടുതൽ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരണമെന്ന് ഇസ്രയേൽ സൈന്യം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാനിയൻ സ്പോക്സ് പേഴ്സണായ ഇബ്രാഹിം സൊൾഫഗാരി പറയുന്നതനുസരിച്ച് ഇറാൻ യുഎയിലെ അബുദാബിയിലുള്ള അമേരിക്കൻ സ്റ്റീൽ ഇൻഡസ്ട്രിയെ ടാർഗറ്റ് ചെയ്തതായിട്ട് പറയുന്നു. ബഹ്റൈനിലെ അമേരിക്കൻ അലൂമിനിയം ഇൻഡസ്ട്രിയെ ടാർഗറ്റ് ചെയ്തതായി പറയുന്നു. എന്നാൽ ഏതാണ് അവർ ഉദ്ദേശിക്കുന്ന അമേരിക്കൻ സ്റ്റീൽ ഇൻഡസ്ട്രി എന്നും അമേരിക്കൻ അലൂമിനിയം ഇൻഡസ്ട്രി എന്നും വ്യക്തമല്ല. അദ്ദേഹം അടുത്തതായിട്ട് പറയുന്നത് ഇസ്രയേലിലെ റഫാൽ വെപ്പൺസ് ഇൻഡസ്ട്രിയെ ഇറാൻ ടാർഗറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ബഹ്റൈനിലെ മനാമയിൽ അമേരിക്കൻ സൈനികർ ഒളിച്ചിരുന്ന സ്ഥലങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തിയതായും അമേരിക്കക്കാർ കൊല്ലപ്പെട്ടതായും പരിക്കേറ്റതായും അദ്ദേഹം അവകാശപ്പെടുന്നു. ബെൻഗുറിയോൺ എയർബേസ്, ടെൽനോഫ്, പാൽമാച്ചിൻ എന്നീ സ്ഥലങ്ങളിലുള്ള എയർബേസസ് ആക്രമിച്ചതായിട്ട് അദ്ദേഹം പറയുന്നു. മിലിറ്ററി ഫോഴ്സ് അസംബ്ലി സെന്റേഴ്സ് ടെൽ അവീവ്, എയ്ലാത്ത്, ഹൈഫ, നെഗവ്, ബീർഷെബ എന്നീ സ്ഥലങ്ങളിലുള്ള മിലിറ്ററി ഫോഴ്സ് അസംബ്ലി സെന്റേഴ്സ് ആക്രമിച്ചതായിട്ട് പറയുന്നു. പിന്നീട് പറയുന്നത് യുഎസ് ആർമി ബേസസ്, അതായത് അഹമ്മദ് അൽ ജബാർ, അലി സലൈം, അൽ ഖർജ് എന്നീ യുഎസ് ആർമി ബേസസിനെ ബാലിസ്റ്റിക് മിസൈൽസും ഡ്രോൺസും ഉപയോഗിച്ച് ആക്രമിച്ചതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. യുഎയിലെ അൽ ദഫ്ര ബേസിലുള്ള ഏർലി വാർണിംഗ് റഡാർ സിസ്റ്റത്തെ ആക്രമിച്ചതായിട്ട് പറയുന്നു. ജോർഡനിലെ അൽ അസ്റാഖ് ബേസിനെ ആക്രമിച്ചതായിട്ട് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇത്രയുമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ ആയിട്ട് ഇബ്രാഹിം സൊൾഫഗാരി പറയുന്നത്. അടുത്തതായിട്ട് അദ്ദേഹൻ പറയുന്നത് ഇറാന്റെ ആകാശത്ത് വെച്ച് ഇറാൻ 4 അമേരിക്കൻ ഇസ്രായേൽ സൈഡിൽ നിന്ന് വന്ന 4 ഡ്രോൺസിനെ വെടിവെച്ചിട്ടു എന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊരു വാർത്ത, ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിലെ ഒരു കിൻഡർ ഗാർഡന് നേരെ ആക്രമണം നടത്തി.
ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ സൈനിക ശക്തി ഉപയോഗിക്കാൻ അനുമതി നൽകുന്ന പ്രമേയത്തിൽ ഐക്യരാഷ്ട്രസഭ ഇന്ന് വോട്ട് രേഖപ്പെടുത്തും. യുഎസ് അറ്റോർണി ജനറൽ പാം ബോണ്ടിയെ ട്രംപ് സ്ഥാനത്ത് നിന്ന് നീക്കി പകരം തന്റെ അഭിഭാഷകനായിരുന്ന ടോഡ് ബ്ലാഞ്ചിനെ ആക്ടിംഗ് അറ്റോർണി ജനറലായി നിയമിച്ചു. യുഎസ് ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ റാൻഡി ജോർജ് സ്ഥാനമൊഴിഞ്ഞു. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ നീക്കമെന്നാണ് റിപ്പോർട്ട്. നാസയുടെ ആർടെമിസ് 2 പേടകം വിജയകരമായി അതിന്റെ ഭ്രമണപഥം മാറ്റി ചന്ദ്രന്റെ മറുപുറം ലക്ഷ്യമാക്കി യാത്ര തുടരുന്നു. 50 വർഷത്തിന് ശേഷം ചന്ദ്രനിലേക്ക് മനുഷ്യർ എത്തുന്ന ആദ്യ ദൗത്യമാണിത്. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ വായു നിലവാരം 500-ന് മുകളിൽ എത്തി. അതിശക്തമായ പൊടിക്കാറ്റും മലിനീകരണവുമാണ് ഇതിന് കാരണം. ലോകാരോഗ്യ സംഘടനയുടെ മാനദണ്ഡങ്ങളെക്കാൾ 60 മടങ്ങ് കൂടുതലാണ് ഇവിടുത്തെ മലിനീകരണം. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലുണ്ടായ തീവ്രവാദി ആക്രമണത്തിൽ 43 പേർ കൊല്ലപ്പെട്ടു. ഉഗാണ്ടയിലെ ഒരു നഴ്സറി സ്കൂളിൽ 4 കുഞ്ഞുങ്ങൾ കുത്തേറ്റ് മരിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഈ ആക്രമണത്തിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയമോ തീവ്രവാദപരമായ ലക്ഷ്യങ്ങൾ ഉള്ളതായി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഇതൊരു വ്യക്തിപരമായ പകപോക്കലോ അല്ലെങ്കിൽ മാനസികാസ്വാസ്ഥ്യമുള്ള ഒരാൾ നടത്തിയ അക്രമമോ ആണെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ സംശയിക്കുന്നത്. ഇന്ന് ദുഃഖവെള്ളി പ്രമാണിച്ച് രാജ്യത്തെ ഭൂരിഭാഗം സർക്കാർ ഓഫീസുകൾക്കും ബാങ്കുകൾക്കും വിദ്യാലയങ്ങൾക്കും അവധിയാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നിവയ്ക്ക് ഇന്ന് അവധിയാണ്. വ്യാപാരം തിങ്കളാഴ്ച പുനരാരംഭിക്കും. ദുഃഖവെള്ളി പ്രമാണിച്ച് ഇന്ന് കേരളത്തിൽ പൊതു അവധിയാണ്. ബാങ്കുകളും സർക്കാർ ഓഫീസുകളും പ്രവർത്തിക്കില്ല. സംസ്ഥാനത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴി ശുശ്രൂഷകളും നടക്കുന്നു. തിരുവനന്തപുരം, മലയാറ്റൂർ, കുരിശുമല തുടങ്ങിയ സ്ഥലങ്ങളിലെ ആരാധനാലയങ്ങളിൽ വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ നടന്ന IPL മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 65 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ന് വൈകുന്നേരം 7:30-ന് നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. യമുന നദിയിലെ മലിനീകരണം കാരണം ഡൽഹിയിലെ പലയിടങ്ങളിലും കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. ലഭിക്കുന്ന വെള്ളം വിഷമയമാണെന്ന് പരാതി ഉയരുന്നുണ്ട്. ആം ആദ്മി പാർട്ടി നേതാവ് രാഘവ് ഛദ്ദയെ രാജ്യസഭാ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്ത് നിന്ന് നീക്കി. നിശബ്ദനാക്കപ്പെട്ടു, പക്ഷേ തോറ്റിട്ടില്ല എന്ന് അദ്ദേഹം പ്രതികരിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മുന്നണികൾ പ്രചാരണം ശക്തമാക്കി. UDFന്റെയും LDFന്റെയും പ്രകടന പത്രികകളിലെ വാഗ്ദാനങ്ങളെ ചൊല്ലിയുള്ള വാക്പോര് മുറുകുകയാണ്. 3000 രൂപ ക്ഷേമ പെൻഷൻ എന്ന വാഗ്ദാനം ഇരു മുന്നണികളും ഉയർത്തിക്കാട്ടുന്നു.